പത്തനംതിട്ട കോന്നിയിൽ കൂട്ട അവധിയെടുത്ത് വിനോദയാത്ര പോയ താലൂക്ക് ഓഫീസ് ജീവനക്കാർ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയെന്നാണ് സൂചന. യാത്ര വിവാദമായതറിഞ്ഞ് ജീവനക്കാർ ഓഫീസ് പരിസരത്ത് വരാതെയാണ് വീടുകളിലേക്ക് മടങ്ങിയത്. റാന്നിയിൽ ജീവനക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നിപ്പോൾ CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാല്, ഇവർ തിരിച്ചെത്തി എന്നുള്ള വിശദാംശങ്ങളാണല്ലോ ലഭിക്കുന്നത്. എപ്പോഴാണ് തിരിച്ചെത്തിയത് എന്നാണ് അറിയുന്നത്. എന്തായാലും വിവാദമായതോടെ ഈ ഓഫീസ് പരിസരത്തേക്ക് ഒന്നും എത്താതെ തന്നെ മറ്റുള്ളവരുടെ കൺമുന്നിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണോ ഉണ്ടായിരിക്കുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. കോന്നി മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗ് ആണിത്. ഇതിന്റെ രണ്ടാം നിലയിലാണ് താലൂക്ക് ഓഫീസ് പ്രവർത്തിച്ചു വന്നത്. വെള്ളിയാഴ്ച രാവിലെ സ്വകാര്യ വാഹനങ്ങളിൽ ആണ് ജീവനക്കാർ ഇവിടെ എത്തുകയും ആ വാഹനങ്ങൾ പോകുന്നതിന് മുൻപായി മിനി സിവിൽ സ്റ്റേഷന്റെ പരിസരത്ത് പാർക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. 7 സ്വകാര്യ കാറുകളും ഒപ്പം തന്നെ ഏതാനും ഇരുചക്ര വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് യാത്രാ സംഘാംഗങ്ങൾ മൂന്നാറിൽ നിന്നും കഴിഞ്ഞ രാത്രി 11 മണിയോടുകൂടി പുറപ്പെട്ടു. അങ്ങനെ കണക്കാക്കുമ്പോൾ ഏറെക്കുറെ 7 മണിക്കൂർ കൊണ്ട് പത്തനംതിട്ടയിലും പിന്നീട് കോന്നിയിലും എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തെ മാധ്യമ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അവർ ഇവിടേക്ക് നേരിട്ടെത്താതെ വീടുകളിൽ തന്നെ ജീവനക്കാരെ എത്തിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയാണുള്ളത്. കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്ന നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ഒരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ 2 ദിവസത്തെ വിനോദയാത്ര കഴിഞ്ഞ് 3-ാം ദിവസം പുലർച്ചെയാണ് സംഘാംഗങ്ങളൊക്കെ തന്നെ തിരിച്ചെത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു മാധ്യമങ്ങളുടെ മുൻപാകെ നേരിട്ടെത്താനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി അവർ വീടുകളിലേക്ക് നേരിട്ട് പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ പ്രവൃത്തി ദിവസങ്ങളിൽ സാധാരണ ജോലിക്കെത്തുന്ന തരത്തിൽ എത്തി വാഹനങ്ങളിൽ പിന്നീട് മടങ്ങാൻ കഴിയുന്ന തരത്തിലേക്കായിരിക്കും അവരുടെ പ്ലാനിംഗ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ വിവാദങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒക്കെ തന്നെ നാം ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പൂജ, അഭിലാലി, കൂട്ട അവധിയെടുത്ത് പോയി എന്നതിനപ്പുറം തന്നെ ഇതൊരു സ്പോൺസേഡ് യാത്രയാണ് എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം അത് സ്ഥലം MLA-യുടെ ഭാഗത്തു നിന്ന് പോലുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവർ തിരിച്ചെത്തിയതിനു ശേഷം സ്വാഭാവികമായും ഈ തഹസിൽദാർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ഉൾപ്പെടെ നൽകേണ്ടതുണ്ടല്ലോ. എന്തായിരിക്കും ഇനി നടപടി എന്നാണ് നോക്കിക്കാണേണ്ടത്. സ്വാഭാവികമായും ഈ CPI ഇപ്പോൾ ജീവനക്കാരുടെ ഭാഗത്താണ്. ഈ പാർട്ടികൾ തമ്മിലൊരു തർക്കം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. എന്താകും ഇനി തിരിച്ചു വന്നതിന് ശേഷം ഈ ജീവനക്കാരുടെ നടപടി? വിശദീകരണം ഉൾപ്പെടെ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു നടപടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണത്തിന്റെ കാലാവധി 5 ദിവസമാണ്. ശനി എന്നുള്ളത് ഇന്നലെ അത് പൊതു അവധി ദിവസമായിരുന്നു, 2ാം ശനി. പിന്നീട് ഞായറാഴ്ച, അതും പൊതു അവധി ദിവസമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസത്തിനുള്ളിലായിരിക്കും അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രധാന നടപടിക്രമങ്ങളും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാവുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം നൽകേണ്ട ആൾ താലൂക്ക് ഓഫീസിന്റെ ചുമതലയുള്ള തഹസീൽദാർ കുഞ്ഞച്ചൻ തന്നെയാണ്. അദ്ദേഹം നിയമാനുസൃതമായി തന്നെ ലീവ് അപേക്ഷ നൽകി ലീവ് നേടിയാണ് യാത്രയ്ക്ക് പോയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് 16 പേരും ലീവിന് അപേക്ഷ നൽകി യാത്രയ്ക്ക് പോയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതേസമയം തന്നെ മറ്റ് 22 ആളുകൾ ഓഫീസ് ജോലിയിൽ ഏർപ്പെടാതെ മാറി നിൽക്കുകയായിരുന്നു. അത് അനധികൃതമായ ലീവ് ആണ് എന്നുള്ള കാര്യം പരിശോധനയിൽ ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അവർ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ, അവരുടെ വിശദീകരണം അടക്കം ചോദിക്കും. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്പാർക്ക് എന്നുള്ള സൈറ്റിൽ ഓൺലൈനായി തന്നെ അപേക്ഷ നൽകിയാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരെങ്കിലും ഓൺലൈനായി അപേക്ഷിച്ചിട്ടുണ്ടോ, അത് യാത്ര പോകുന്ന വെള്ളിയാഴ്ചയ്ക്ക് മുൻപാണോ അപേക്ഷിച്ചിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് ആകേണ്ടതുണ്ട്. എന്തായാലും അനധികൃതമായി ഈ തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ ജീവനക്കാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന പക്ഷേ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് റവന്യൂ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് CPI അതോടൊപ്പം തന്നെ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വമൊക്കെ തന്നെ ഭിന്നമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ജീവനക്കാർക്ക് ലീവ് എന്നുള്ളത് അവരുടെ അവകാശമാണ് എന്നുള്ള കാര്യം കൂടി വിവാദം തണുപ്പിക്കുന്നതിന്റെ ഭാഗമായി ബോധപൂർവം CPI നേതാക്കളടക്കം പരാമർശിക്കപ്പെട്ട സാഹചര്യത്തിൽ എന്തായിരിക്കും ആത്യന്തികമായി സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.